വൈശാഖോത്സവത്തിലെ ആദ്യ ആരാധനാ പൂജയായ തിരുവോണം ആരാധനയ്ക്ക് കൊട്ടിയൂരിൽ ഒഴുകിയെത്തിയത് വൻ ഭക്തജന പ്രവാഹം. മണിക്കൂറുകളോളമാണ് ഭക്തജനങ്ങൾ ക്യൂവിൽ വീർപ്പുമുട്ടിയത്. ഈ വർഷത്തെ ഏറ്റവും വലിയ തിരക്കാണ് തിരുവോണം ആരാധനാ ദിവസം അക്കരെ കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ആരാധനകളിൽ ഒന്നാമത്തേതായ തിരുവോണം ആരാധന ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ സാക്ഷിയാക്കി അക്കരെ സന്നിധിയിൽ നടന്നു. പതിവിലും വൈകിയാണ് ശീവേലി നടന്നത്. മഴ കാരണം നെറ്റിപ്പട്ടം അണിയാതെയാണ് ഗജവീരന്മാർ ദേവന്റെയും ദേവിയുടെയും തിടമ്പ് വഹിച്ചത്. ഭണ്ഡാരങ്ങൾ ശീവേലിക്ക് അകമ്പടിയാകുന്നതാണ് പൊന്നിൻ ശീവേലിയുടെ പ്രത്യേകത. മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്നും എത്തിച്ച ഭണ്ഡാരങ്ങൾ ശീവേലിക്ക് അകമ്പടിയായി. കൂത്തമ്പലത്തിൽ മത്തവിലാസം കൂത്ത് പൂർണ്ണരൂപത്തിൽ ആരംഭിച്ചു. ഭണ്ഡാര അറയ്ക്ക് മുന്നിൽ നടത്തുന്ന അലങ്കാരവാദ്യങ്ങളും വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ആരാധന സദ്യയും നടത്തി. സന്ധ്യയ്ക്ക് പാലാമൃത് എന്നറിയപ്പെടുന്ന പഞ്ചഗവ്യം സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തു. അഭിഷേകത്തിനുള്ള പഞ്ചഗവ്യം മുൻപ് വേക്കളത്തെ കരോത്തുനായർ തറവാട്ടിൽ നിന്നായിരുന്നു പാരമ്പര്യ അവകാശപ്രകാരം എത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ദേവസ്വം തന്നെയാണ് പാലാമൃത് സമർപ്പിക്കുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് തിരുവോണം ആരാധനാ ദിവസമായ വെള്ളിയാഴ്ച അക്കരെ കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. രാത്രി വരെ ഭക്തജന പ്രവാഹം തുടർന്നു. ജൂൺ 7 ഞായറാഴ്ചയാണ് ഇളനീർവെപ്പ്. ജൂൺ 8 തിങ്കളാഴ്ച ഇളനീരാട്ടവും രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും നടക്കും.